അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇന്നൊരുക്കിയിരിക്കുന്ന വിവിധ പരിപാടികളിലൂടെ പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ബോധം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം ഒരു സന്തോഷപരമായ അനുഭവം പങ്കുവയ്ക്കാനും നമുക്ക് തയ്യാറാവാം. ഇനി പരിപാടിയുടെ ഔപചാരിക തുടക്കം കുറിക്കാൻ സ്വാഗതപ്രസംഗത്തിന്. നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് 1974 മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത്. ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ഊന്നൽ കൊടുത്തിരിക്കുന്നത്. പരിസ്ഥിതിയെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് വളരെ ലളിതമായി തന്നെ വിവരിച്ചു തരാൻ സാറിന് കഴിയുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. സ്നേഹത്തോടെ നിറഞ്ഞ ആദരവോടെ ജോസഫ് സാറിനെ ഈ ചടങ്ങിലേക്ക് സെന്റ് ജോസഫ് കുടുംബത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. എന്താ വലിയ വിത്തിൽ നിന്നല്ല, ചെറിയ വിത്തിൽ നിന്നാണ് ഏറ്റവും വലിയ മരം വളർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ നട്ടു വളർത്തേണ്ടത് വലിയ വലിയ മരങ്ങളാണ്. ഇപ്പം നമ്മൾ ചുറ്റും നോക്കിയാൽ കാണുന്ന വലിയ മരങ്ങളെല്ലാം നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർ നട്ടതാണ്. വലിയ പ്ലാവും മാവും എല്ലാം തന്നെ നമുക്ക് വേണ്ടി മുന്നേ ഉള്ളവർ നട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്താണ്, നമുക്കിപ്പോൾ ഒരു തൈ നടാം. ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? അടുത്ത ജനറേഷന് വേണ്ടിയിട്ടാണ്. For the principal, teachers and all my dear friends, I am here to give a speech on World Environment Day. World Environment Day is celebrated on June 5th every year. Its aim is to raise global awareness about our environment. The celebration of World Environment Day provides people with an opportunity to gain forward and to know the reason behind നമ്മുടെ ഈ മനോഹര ദിവസത്തിൻ്റെ നമ്മുടെ വളരെ ശ്രേഷ്ഠമായ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് വിശിഷ്ട അതിഥിയായി നമ്മുടെ ഇടയിലേക്ക് എത്തി നമുക്ക് നല്ലൊരു സന്ദേശം പകർന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ തന്നെ ഇടവകയിലെ സാറാണ്. ഒത്തിരി സ്നേഹപൂർവ്വം അദ്ദേഹം നമ്മുടെ ഇതിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ഏറ്റവും പ്രിയങ്കരനായ TM ജോസഫ് സാർ, നമ്മുടെ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ അല്ലേ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ. അദ്ദേഹത്തിന് ഏറ്റവും ഉന്നതമായ ഒരു ശ്രേഷ്ഠമായ ഒരു ജോലി നിർവഹിക്കുന്നതാണ്. തൻ്റെ സന്ദേശത്തിലൂടെ അദ്ദേഹം നിങ്ങളോട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമാക്കുകയുണ്ടായി. മറ്റുള്ളവരൊക്കെ ഞാൻ വീണ്ടും സമയം കളയണ്ട എന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ നമ്മൾ സംബോധന ചെയ്യാത്തത്, നമ്മളെ കുടുംബത്തിലെ അംഗങ്ങളായ കാരണം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഈ തുടക്കം മുതൽ കുഞ്ഞുങ്ങളുടെ സന്ദേശങ്ങളിലൂടെ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ
അവർ ഓരോ പ്രോഗ്രാം അവതരിപ്പിച്ചതിലൂടെയെല്ലാം നമുക്ക് വളരെ മനോഹരമായി വ്യക്തമാക്കി തന്നു. നമ്മൾ പലപ്പോഴും ഇന്ന് മുഴുവനും ഇനി നിങ്ങൾ ടി വിയിലും നിങ്ങളുടെ മൊബൈലുകളിലും ഒക്കെ ഈ സന്ദേശം തുടരെ കേട്ടുകൊണ്ട് ഇരിക്കാൻ പോകുകയുമാണ്. പിന്നെ ഒരു പരിധി വിട്ട് കഴിഞ്ഞ് നിങ്ങൾ ഒത്തിരി പറഞ്ഞിട്ടും കാര്യമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, നമുക്ക് ഏറ്റവും കീനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഈ 2025 പരിസ്ഥിതി ദിനാഘോഷത്തിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായി പറഞ്ഞ കാര്യം എന്താണ്? ഒരു പോയിന്റ് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. എന്താണ് ഈ ദിവസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് നടപ്പിലാക്കണമെന്ന് നമ്മളോട് ഗവൺമെന്റും ലോകം മുഴുവൻ ആഹ്വാനം ചെയ്യുന്നത് എന്താണ്? ഇന്നത്തെ ഈ സന്ദേശത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത ഒരു കാര്യത്തിലാണ്. ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പൊ രാസവളം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ഭൂമിക്ക് നല്ലതാണോ? നല്ലതാണോ? അല്ല. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ വെച്ച് തന്നെ നമുക്ക് ജൈവവളം നിർമ്മിച്ച് നമ്മുടെ ചെടികൾക്കും മരങ്ങൾക്കും നമുക്കിടാം. അപ്പൊ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റും പഴത്തിന്റെ വേസ്റ്റും ഒക്കെ ഇനി മുതൽ കളയാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ശ്രദ്ധിച്ച് കാണണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കഴിയുമ്പോൾ സിസ്റ്റർ ഓരോ കുട്ടികളോടും ചോദിക്കും. നിങ്ങളത് വീട്ടിൽ പോയി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവർ ചെയ്യേണ്ട കാര്യമാണ്. കേട്ടല്ലോ മക്കളെ? മുതിർന്ന കുട്ടികൾ കേട്ടോ? ഇന്ന് ഞാൻ വീട്ടിൽ വെച്ച് എങ്ങനെ നല്ലൊരു വളം ഉണ്ടാക്കാം എന്നാണ് പറയാൻ പോകുന്നത്. നമ്മുടെ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ഒട്ടും ദുർഗന്ധമില്ലാതെ 30 ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വീട്ടിൽ സ്ഥലമില്ലാത്തവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഒക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. അതിനായി ആദ്യം നമുക്ക് നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് കൂടി കൊണ്ടുവരാം. നമ്മുടെ ക്ലാസ്സിലേക്ക് ചെടിച്ചട്ടി വാങ്ങാനായി എല്ലാ ക്ലാസ് ടീച്ചേഴ്സിനെയും ലീഡേഴ്സിനെയും ഞാൻ ക്ഷണിക്കുന്നു. നമുക്കായി ചെടികൾ സമ്മാനിക്കാനായി നമ്മുടെ പ്രിയ പ്രിൻസിപ്പൽ സൗമ്യ സിസ്റ്ററിനെ സ്നേഹപൂർവ്വമായി സ്വാഗതം ചെയ്യും. അടുത്തതായി 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറും ക്ലാസ് മുപ്പതാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ ഷീബ ടീച്ചറെയും ക്ലാസ് ലീഡറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 8ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ ശ്രീദേവി ടീച്ചറിനെയും ക്ലാസ് ലീഡറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 6ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ സുധി ടീച്ചറിനെയും ക്ലാസ് ടീച്ചറെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 5ാം ക്ലാസ്സിലെ ശ്രീന ടീച്ചറിനെയും ക്ലാസ് ടീച്ചറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 4ാം ക്ലാസ്സിലെ സിനി ആർട്സ് ടീച്ചറിനെയും ക്ലാസ് ലീഡറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൂന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ ധന്യ ടീച്ചറിനെയും ക്ലാസ് ലീഡറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 2nd എയിലെ ക്ലാസ് ടീച്ചറായ ലിൻഡ ടീച്ചറിനെയും ക്ലാസ് ലീഡറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 2nd ബിയിലെ സൂര്യ ടീച്ചറിനെയും ക്ലാസ് ലീഡറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫസ്റ്റ് എയിലെ ക്ലാസ് ടീച്ചറായ ദിവ്യ ടീച്ചറിനെയും ക്ലാസ് ലീഡറിനെയും ക്ഷണിക്കുന്നു. അവസാനമായി ഫസ്റ്റ് ഡിയിലെ ക്ലാസ് ടീച്ചറായ ഗ്യാദറിൻ ടീച്ചറിനെയും ക്ലാസ് ലീഡറിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി UKGയിലെ ക്ലാസ് ടീച്ചറായ ഷൈൻ ടീച്ചറിനെയും ക്ലാസ് ലീഡറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി LKGയിലെ ക്ലാസ് ടീച്ചറായ ഷർമി ടീച്ചറിനെയും ക്ലാസ് ലീഡറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
LKG മുതൽ 12th വരെയുള്ള കുട്ടികളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കോ? ഫിലിസലിയ സാർ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ മക്കളെ? ഇന്ന് നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത്, അതായത് എന്താ പറയുക, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് ട്രീസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടിൻ്റെ ട്രീ അല്ല ചോദിക്കേണ്ടത്, ഏതാണോ ഫലവൃക്ഷത്തെ, ഓക്കെ, ഒരു ട്രീ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് ആരെടുത്ത് പറഞ്ഞ് മേടിക്കും? സിസ്റ്ററിൻ്റെ അടുത്താ. ആരെടുത്ത് പറഞ്ഞ് മേടിക്കും? പാരൻസിനോട് പറഞ്ഞ് മേടിക്കണം. മേടിച്ചിട്ട് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, ഓക്കെ, എത്ര ദിവസം നമുക്ക് ലീവിന്? 3 days നമുക്ക് ലീവുണ്ട്. ഈ ലീവിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഈ പ്ലാന്റ്, ഓക്കെ, ഈ പ്ലാന്റ് നമ്മൾ നിങ്ങളുടെ കോമ്പൗണ്ടിൽ നടണം. നട്ടു കഴിഞ്ഞ് അതിൻ്റെ ഫോട്ടോ എടുത്ത് എങ്ങോട്ട് വിടണം? ക്ലാസ് ഗ്രൂപ്പിലേക്ക് അതിൻ്റെ ഫോട്ടോ അയക്കണം. അയക്കോ? ഓക്കെ, എല്ലാവരും ചെയ്യണം. ഫ്ലാറ്റിൽ താമസിച്ചാലും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കുട്ടികളും, നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഈ 3 ദിവസത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിലൊരു പ്ലാന്റ് നടും. അപ്പോൾ എല്ലാവരും നട്ടുവെന്ന് ക്ലാസ് ടീച്ചേഴ്സ് ഉറപ്പ് വരുത്തിയിട്ട് അത് എന്നോട് പറയും.